ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ 20 ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്യാനാണെങ്കിൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. ഇതിനാദ്യം തന്നെ നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 20 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന റിസൾട്ടായിരിക്കും. രണ്ടാമത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഉലുവയുടെ പൊടിയാണ്. ഉലുവ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പൊടി പോലെ പൊടിച്ചെടുത്തതിന് ശേഷം 1 ടീസ്പൂണോളം അതും എടുക്കുക. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് പറയുന്നത് സാധാരണ വർക്കൊന്നും ചെയ്യാത്ത പച്ചരിപ്പൊടിയാണ്. പച്ചരിപ്പൊടി എടുക്കുന്നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല പൗഡേർഡ് ആയിട്ടുള്ള പച്ചരിപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പുട്ടിൻ്റെ പൊടിയൊന്നും എടുത്തിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ്. കടലമാവ് എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം, അതേപോലെ തന്നെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന സാധനമാണ് ഈ കടലമാവ് എന്ന് പറയുന്നത്. കടലമാവ് 1 ടീസ്പൂൺ എടുക്കുക. പിന്നെ ഉലുവാപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് മസൂർ ഡാലിൻ്റെ പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യട്ടോ. മസൂർ ഡാൽ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളർ പരിപ്പുണ്ടല്ലോ, അതാണ്. അത് ചിലരുടെ വീട്ടിലെല്ലാം ഉണ്ടാവും. പരിപ്പ് കറി വെക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓറഞ്ച് കളർ മസൂർ ഡാൽ പരിപ്പ്. ഉലുവ പൊടിക്ക് പകരം നിങ്ങൾക്ക് മസൂർ ഡാലിൻ്റെ പരിപ്പ് പൊടിച്ചതും യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഉലുവാപ്പൊടിയും മസൂർ ഡാലും കൂടി എടുത്താലും നല്ലതാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നമുക്ക് ഒരു അരക്കപ്പോളെല്ലാം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുക. വെള്ളം ഒരുപാട് അങ്ങ് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു അര ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നിങ്ങളിത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഭയങ്കര കട്ടിയില്ലാണ്ട് നല്ലൊരു ഫ്ലോ ആയിട്ട് നമുക്ക് മിക്സ് ആക്കാൻ പറ്റുന്ന രീതിക്കുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇത്രയും മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം നമ്മൾ ഭയങ്കര ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ഒരു ചെറിയ തീയിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. അങ്ങനെ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഇത് അടിക്ക് പിടിച്ച് കരിഞ്ഞൊന്നും പോകാണ്ട് നമ്മൾ നോക്കണം. അപ്പോൾ ഫ്ലെയിം ചെറിയ ഇതിലിട്ടിട്ട് നമ്മൾ കൈവിടാതെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന ഒരു പരുവാകുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ആ പാത്രത്തിൻ്റെ ചൂടിന്ന് അത് റെഡിയാകുന്ന രീതിക്ക് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തീ ഓഫ് ചെയ്ത് ഇനി പാത്രത്തിൻ്റെ ആ ഒരു ചൂട് തന്നെയാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെ ഉണ്ടാവാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആ ഒരു പരുവാകുന്നവരെ നിങ്ങൾ അടുപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുക. ഈ ഒരു രീതി ആകുന്ന സമയത്ത് നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യട്ടോ. എന്നിട്ട് ഇതൊന്ന് ചൂട് തണിയാൻ വേണ്ടിയിട്ട് വെക്കുക. ഈ ഒരു ചൂടിൽ തന്നെ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ഞാനിത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂട് തണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പോ ഉപയോഗിച്ചിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്തിട്ട് നമ്മളിത് തേച്ച് പിടിപ്പിച്ച് വെക്കുക. എപ്പോഴും ഈവനിങ് ടൈമിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് നമ്മൾ വെയിലത്തൊന്നും ഇറങ്ങാത്ത നമ്മളെ ഫ്രീ ടൈം നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഈവനിങ് ടൈം ആയിരിക്കുന്നതാണ് നല്ലത്, പുറത്തൊന്നും പോകാത്ത ആ ഒരു സമയത്ത്. അതിനുശേഷം ഇത് നല്ല രീതിയിൽ നമ്മൾ ഫേസിലേക്ക് 2 മിനിറ്റ് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വെറുതെ തേച്ച് പിടിപ്പിച്ച് കൈ കഴിഞ്ഞാലൊന്നും റിസൾട്ട് കിട്ടില്ല. ഇതിനെ കൊണ്ടുള്ള നിങ്ങളെ ഫേസിൽ വരുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ കറുത്ത പാട്, കരിവാളിപ്പ് എല്ലാം മാറി മുഖം നല്ല ഈവൺ ആയിട്ടുള്ള ഒരു നിറം വരാനും അതേപോലെ തന്നെ നല്ലോണം തിളങ്ങാനും നല്ലൊരു തിളക്കം വരാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ദിവസവും ഉണ്ടാക്കി തേക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഈ പൊടികളെല്ലാം കൂടി ഒരുമിച്ച് പൊടിച്ചിട്ട് അളവിനനുസരിച്ച് ഒരുമിച്ച് പൊടിച്ച് ഒരു പാത്രത്തിലാക്കി വെച്ചാൽ ജസ്റ്റ് ഇതൊന്ന് കുറുക്കിയെടുത്തിട്ട് ഇതേപോലെ തേച്ചാൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതൊരു പാക്കാണ്. അപ്പോൾ ഇത് മുഖത്തൊരു 25 മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് സാധാരണ വെള്ളത്തിൽ കഴുകി കളയാണ് ചെയ്യേണ്ടത്. ഒറ്റ യൂസിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഗ്ലോ കിട്ടുമെങ്കിലും ഈ ഒരു റിസൾട്ട് പെർമനൻ്റായി കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു 20 ഡേയ്സ് ഇത് അടുപ്പിച്ച് ചെയ്യുക. അടിപൊളി റിസൾട്ടായിരിക്കും. പിന്നെ ഇതിൽ നമ്മൾ ആഡ് ചെയ്ത എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് അലർജി മറ്റോ ഉണ്ടാക്കുന്നതാണെങ്കിൽ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ചാനൽ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.